വേറൊരു ഏട്ടത്തെ പോലെ മുറ്റത്ത് മണ്ണിൽ കുളിച്ച് നിൽക്കുകയാണ്. അപ്പൊ അനി എന്നാണ് മൂപ്പരെ പേര്, നമ്മളെ സുഹൃത്ത് തന്നെയാണ്. മൂപ്പര് പറഞ്ഞ എന്നെ രാഗിനെ രക്ഷിക്കടാ പോവലടാ പറഞ്ഞു. അപ്പൊ ഞാൻ ലാസ്റ്റ് വീട്ടിൽ ആ സമയത്ത് തന്നെ ഓടിയൊരു ബക്കറ്റ് വെള്ളം എടുത്ത് മൂപ്പര് തലയിൽ കൂടെ വെച്ചു. മൂപ്പര് ഫുള്ള് മണ്ണൊക്കെ ഛർദ്ദിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കോഴിക്കോടായിരുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ തലേ ദിവസമാണ് ഇങ്ങോട്ട് വന്നത്. എന്താ അറിയില്ല, ചിലപ്പോൾ അതിങ്ങനെ തോന്നിപ്പിച്ചായിരിക്കും വന്ന്. ആ സമയത്ത് എന്താ പറയാ, വളരെയധികം ഭയാനകമായി. നമ്മള് രണ്ടാമത്തെ ജന്മമായിട്ട് തോന്നുന്നത്. സത്യം മരണം മുന്നിൽ കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഓരോ സ്ഥലത്തുനിന്നും ആളുകളുടെ ബഹളം രക്ഷിക്കണേന്ന് പറഞ്ഞു. നമുക്ക് അവരൊന്നും രക്ഷിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ സമയം കൊണ്ട് ഞാൻ വെച്ചിട്ട് എന്ത് ചെയ്ത്, എന്താ സൗണ്ട് ഇട്ട് പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നേരെ ഒന്നും നോക്കിയില്ല, നേരെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അച്ഛനും അമ്മ വയസ്സായവരുണ്ടായിരുന്നു, അവരെ എടുത്ത് രക്ഷപ്പെട്ട് ആ സമയത്ത് തന്നെ വേറൊരു ഏട്ടത്തെ പോലെ മുറ്റത്ത് മണ്ണിൽ കുളിച്ച് നിൽക്കുകയാണ്. അപ്പൊ അനി എന്നാണ് മൂപ്പരെ പേര്, നമ്മളെ സുഹൃത്ത് തന്നെയാണ്. മൂപ്പര് പറഞ്ഞ എന്നെ രാഗിനെ രക്ഷിക്കടാ പോവലടാ പറഞ്ഞു. അപ്പൊ ഞാൻ ലാസ്റ്റ് വീട്ടിൽ ആ സമയത്ത് തന്നെ ഓടിയൊരു ബക്കറ്റ് വെള്ളം എടുത്ത് മൂപ്പര് തലയിൽ കൂടെ വെച്ചു. മൂപ്പര് ഫുള്ള് മണ്ണൊക്കെ ഛർദ്ദിക്കുക. വേറൊരു ഏട്ടത്തെ പോലെ മുറ്റത്ത് മണ്ണിൽ കുളിച്ച് നിൽക്കുകയാണ്. അപ്പൊ അനി എന്നാണ് മൂപ്പരെ പേര്, നമ്മളെ സുഹൃത്ത് തന്നെയാണ്. മൂപ്പര് പറഞ്ഞ എന്നെ രാഗിനെ രക്ഷിക്കടാ പോവലടാ പറഞ്ഞു. അപ്പൊ ഞാൻ ലാസ്റ്റ് വീട്ടിൽ ആ സമയത്ത് തന്നെ ഓടിയൊരു ബക്കറ്റ് വെള്ളം എടുത്ത് മൂപ്പര് തലയിൽ കൂടെ വെച്ചു. മൂപ്പര് ഫുള്ള് മണ്ണൊക്കെ ഛർദ്ദിക്കുക. മൂപ്പര് മേത്ത് ഫുള്ള് ബ്ലഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ മൂപ്പരെ കരയ്ക്ക് എത്തിച്ചു. മൂപ്പരെ ഒരു മോനെ നഷ്ടപ്പെടുന്നത്, ബാക്കി എല്ലാവരും സേഫാണ്. ആ സമയത്ത് പിന്നെ ഞങ്ങൾ നേരെ അച്ഛൻ പറഞ്ഞ പോലെ നേരെ റോഡിലേക്ക് കയറി. അവിടെ നേരെ റാട്ടപ്പാടി പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കയറിയത്. അപ്പോഴാണ് മൂന്നാമത്തെ പൊട്ടുപൊട്ടുന്നത്. കാരണം വെളിച്ചൊന്നുമില്ല. നമുക്ക് പകലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കറക്റ്റ് നമുക്ക് വഴിയൊക്കെ അറിയാം, എവിടേക്ക് ഓടേണ്ടതെന്ന് എല്ലാം അറിയാം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങള് റാട്ടപ്പാടിന്ന് ബംഗ്ലാവിലേക്ക് മാറി. അവിടെ നിന്നാണ് പിന്നെ ചൂരമല സാഹസികമായി നമ്മൾ രക്ഷപ്പെട്ടു. സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ജന്മം തന്നെയാണ്. ഞങ്ങളെ സുഹൃത്തുക്കൾ ബംഗ്ലാവിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞത്? അവിടുന്ന് തൽക്കാലം ഇന്ത്യൻ ആർമി വന്ന് തൽക്കാലം പാലം നിർമ്മിച്ച് അതിലൂടെ ഞങ്ങള് പുറത്തേക്ക് വന്നു. പിറ്റേന്ന് ഉച്ചയോടെ കൂടി അല്ലേ? വൈകുന്നേരമായി ഇരുടാവാനായിരുന്നു. ആ സമയത്ത് ഇരുടാവും ഞങ്ങള് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇവർ മുണ്ടക്കൈ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ ഗ്രാമത്തിന്റെ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു കാണും. അങ്ങനെയൊരു ഗ്രാമം, ജനവാസ മേഖല ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് സംശയം തോന്നും വിധമാണ് ഇപ്പോൾ ആ ഗ്രാമത്തിന്റെ അവസ്ഥ. 150-ലേറെ വീടുകൾ പൂർണ്ണമായി ഒലിച്ചുപോയി എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു വലിയ ദുരന്തം നടന്ന ഭൂമിയിൽ നിന്നാണ് ഇവർ സാഹസികമായും ഒപ്പം തന്നെ മനോധൈര്യം കൈവിടാതെയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നത്.